നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി കേട്ടാലോ? നമുക്കിത് വരാനായിട്ട് പോകുന്ന ഒരു എപ്പിസോഡാട്ടോ. അതായത് കഴിഞ്ഞ ദിവസം പ്രൊമോ കാണിച്ച ഒരു സ്റ്റോറി തന്നെയായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റോറി പറയുന്നത് കേട്ടോ. അതായത് മനു അലീന രംഗങ്ങളാണ്. മനു അലീനയെ കാണാൻ വരുന്നതാണ്, മുത്തശ്ശിയെ കാണാൻ വരുന്ന രംഗങ്ങളൊക്കെ കേട്ടോ. മനു ബാംഗ്ലൂരാണല്ലോ ജോലി ചെയ്യുന്നത്. മനു ബാംഗ്ലൂരിലേക്ക് ജോലി ചെയ്യാനായിട്ട് പോയതാണ് മുത്തശ്ശിൻ്റെ മരണശേഷമൊക്കെ. പക്ഷെ മുത്തശ്ശി കടപ്പാട്ടൂരിലേക്ക് പോകുന്നതിന് ശേഷം മുത്തശ്ശിയെ കണ്ടിട്ടൊന്നുമില്ലല്ലോ. പിന്നെ മനു ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടൊന്നുമില്ല. അങ്ങനെ മനു ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. മുത്തശ്ശിയും അലീനയും കടപ്പാട്ടൂരിലേക്ക് പോയതിന് ശേഷം കേട്ടോ. അങ്ങനെ മനു വീട്ടിലെത്തുന്ന സമയത്ത് അച്ഛനൊക്കെ പോയത് മനു അറിഞ്ഞിട്ടുണ്ട്, മുത്തശ്ശിയും അലീനയൊക്കെ പോയത് അറിഞ്ഞിട്ടുണ്ട്. എന്നാലും മനു ആ റൂമിലേക്ക് പോയി നോക്കുക കേട്ടോ. മുത്തശ്ശിയുടെ ആ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ ആ റൂം ഇപ്പോൾ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അലീന ഒക്കെ നല്ല നീറ്റാക്കി വൃത്തിയാക്കി ഇട്ടിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആ റൂമിലേക്ക് എത്തുമ്പോൾ മുത്തശ്ശിയെ മാത്രമല്ല മനുവിന് മിസ് ചെയ്യുന്നത്, അലീനയെ കൂടി മിസ് ചെയ്യുക കേട്ടോ. അപ്പം മനു ഇങ്ങനെ അലീനയെ ആദ്യമായിട്ട് കണ്ട രംഗങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും വീട്ടിലെത്തിയപ്പോൾ മനുവിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അലീനയെ. ആദ്യമായിട്ട് മുത്തശ്ശിൻ്റെ കൂടെ പോയിട്ട് ചായ കൊണ്ടുപോയി കൊടുത്ത, ലൈം ജ്യൂസ് കൊണ്ടുപോയി കൊടുത്ത ആ രംഗവും, അതുപോലെ പിന്നീട് വിളിക്കാൻ പോയ ആ രംഗവും, ഞങ്ങളുടെ കൂടെ വന്നതും ഒക്കെ ഇങ്ങനെ മനു ഇങ്ങനെ ഓർക്കുക കേട്ടോ. പിന്നീട് മുത്തശ്ശിയെ നോക്കുന്നതും പരിചരിക്കുന്നതും, അമ്മ അവൾക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ അലീന എന്ന സ്വപ്നത്തിൽ മുഴുകിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മനുവിന് ശരിക്കും അലീനയോടൊരു പ്രത്യേക തരം ഇഷ്ടം ഉള്ളിൽ ഇങ്ങനെ മുട്ടിട്ട് വരികയാണ്. ഇനി അതൊക്കെ വിരിഞ്ഞ് പൂവായി കായായൊക്കെ വരാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ നമ്മുടെ എപ്പിസോഡിൽ, നമ്മുടെ പരമ്പരയിൽ വരാനുണ്ട് കേട്ടോ. അങ്ങനെ അലീന തീരുമാനിക്കുകയാണ് മുത്തശ്ശിയും അലീനയും കാണാൻ. അലീനയല്ല, മനു തീരുമാനിക്കുകയാണ് മുത്തശ്ശിയെ കാണാൻ എൻ്റെ കടപ്പാട്ടൂരിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ മനു മുത്തശ്ശിയെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, ഇത്ര ധൃതിപ്പെട്ട് നീ എന്തിനാ പോണത്? കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അമ്മയുടെ കാര്യം നോക്ക്, മുത്തശ്ശിയെ കാണാനല്ലേ ഞാൻ പോകുന്നത് എന്ന് പറയാട്ടോ. അതിൻ്റെ ആവശ്യം എന്താണെന്നാണ് ഞാൻ ചോദിച്ചതെന്ന് ചോദിക്കുന്നത്. പിന്നെ എൻ്റെ മുത്തശ്ശി എനിക്ക് കാണണ്ടേ എന്ന് ചോദിക്കുകയാണേ. അങ്ങനെ അമ്മയോട് തർക്കിച്ചിട്ടാണ് മനു കടപ്പാട്ടൂരിലേക്ക് പോകുന്നത് കേട്ടോ. അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല, കമലയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല മക്കൾ ഇവനിങ്ങനെ മുത്തശ്ശിയോട് കൂട്ടുകൂടുന്നതൊന്നും അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ മനു കടപ്പാട്ടൂരിലേക്ക് പോവാണ്. അതേസമയം അവിടുത്തെ വീട്ടിൽ കാണിക്കുന്നത് അലീന അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്ന കേട്ടോ. അലീനയെ എല്ലാ ജോലികളും ഏൽപ്പിക്കുകയാണ് വൈജയന്തി. വീട്ടിലെ എല്ലാ കാര്യങ്ങളും, സകല കാര്യങ്ങളും, മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും, അവരുടെ ടിഫിനിലേക്ക് ഭക്ഷണം വെക്കുന്നതും, അതൊക്കെ എടുത്ത് ബാഗിൽ വെക്കുന്നതും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ അവരുടെ വീട് ക്ലീൻ ചെയ്യുന്നതിനും, മക്കളുടെ വസ്ത്രങ്ങളും അവളുടെ വൈജയന്തിയുടെ വസ്ത്രങ്ങളൊക്കെ, ബാലചന്ദ്രമേനോൻ്റെ വസ്ത്രങ്ങളൊക്കെ അലക്കുന്നതിനും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിക്കേണ്ട. വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും ചില ഡ്രസ്സുകളൊന്നും വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ട് കല്ലിലിട്ട് തന്നെ അലക്കണം എന്നൊക്കെ പറഞ്ഞ് അലീനെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ജോലികളും ഒരു മടുപ്പും കൂടാതെ അലീന ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് വൈജയന്തിക്ക് അതിശയമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയന്തി അവളെ കൊണ്ട് എല്ലാ ജോലികളും ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അലീന ആ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ കൂടെയാണല്ലോ ജീവിക്കുന്നത്. അമ്മയുടെ വീട്ടിൽ അമ്മയുടെ കൂടെ അമ്മയുടെ അമ്മ മുത്തശ്ശിയെ നോക്കിക്കൊണ്ട്, അതേമാതിരി മക്കളെയും ഒക്കെ കണ്ടുകൊണ്ട്, എല്ലാവരെയും സഹോദരങ്ങളെയൊക്കെ കണ്ടുകൊണ്ടാണല്ലോ ജീവിക്കുന്നത്. അതിലേറെ സന്തോഷം വേറെ എന്ത് വേണം? അത് കാരണം എന്ത് ജോലി ഉണ്ടെങ്കിലും ചെയ്യാം എന്നുള്ളൊരു മൈൻഡാണ് അലീനയ്ക്ക്. അങ്ങനെ അവിടെ എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഒരു കോളിംഗ് ബെല്ല് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അലീന പോയിട്ട് ഡോറ് തുറക്കുകയാണ്. ഡോറ് തുറക്കുമ്പോൾ അലീന ഞെട്ടിപ്പോവാണ്. പുറത്ത് നിൽക്കുന്നത് മനു ആയിരുന്നു കേട്ടോ. മനുവിനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷവും എന്തൊക്കെയോ ഒരു പ്രത്യേക തരം വികാരങ്ങൾ അലീനയുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണേ. ഭയങ്കര സന്തോഷം തോന്നുകയാണ് അലീനയ്ക്ക്. അങ്ങനെ ഇതിപ്പോൾ വന്നു എന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുമ്പോൾ, ഞാൻ ഇന്നലെ രാത്രിയാണ് എത്തിയതെന്ന് പറയട്ടോ മനു. പിന്നെ യാത്രയൊക്കെ സുഖമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. സുഖമായിരുന്നു എന്ന് പറയണോ, നിനക്കിവിടെ സുഖമാണോ എന്ന് ചോദിക്കുകയാണേ. അതേന്ന് പറയാണ്. അപ്പോൾ അലീനയ്ക്ക് പറയാൻ വാക്കുകളൊന്നും കിട്ടണില്ല. അതുപോലെ മനു ആണെങ്കിലും തന്നെ അലീനയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് നാളായില്ലേ കണ്ടിട്ട്, ഒരാഴ്ചയായി ഏകദേശം അലീനയെ കണ്ടിട്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും തോന്നുകയാണ്, ഭയങ്കര
പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രണയം മുട്ടിടുന്ന ഒരു നിമിഷം എന്നൊക്കെ പറയാം. കാരണം ഇത്രയും ദിവസം അലീനയുടെ കൂടെ ആ വീട്ടിൽ ജീവിച്ചിട്ട് അലീന ഉണ്ടായിരുന്നല്ലോ അവിടെ. പെട്ടെന്ന് ജോലി സ്ഥലത്തേക്ക് പോയപ്പോൾ അലീനയെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു മനുവിന്. അപ്പോൾ അതിൽ തന്നെ മനു മനസ്സിലാക്കുകയാണ് അലീന തനിക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടവളാണ്, എത്രത്തോളം വേണ്ടപ്പെട്ടവളായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനു മനസ്സിലാക്കുക കേട്ടോ. മനുവിനെ കണ്ടപ്പോൾ ഉള്ള സന്തോഷം അലീനയ്ക്ക് വേറെയുണ്ട്. പിന്നെ ഇവിടെ എങ്ങനെയുണ്ട് വൈജാൻറ്റിയൊക്കെ എങ്ങനെയാണ് നിന്നോട് പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അതെന്താ കുഴപ്പമൊന്നുമില്ല എന്ന് അങ്ങനെ ഒരു പറച്ചിൽ? ശരിക്കും എന്താണ്, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടോ, എന്തുണ്ടെങ്കിലും എന്നോട് പറയണം എന്നൊക്കെ പറയാട്ടോ. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ സഹിച്ചോളാം, എൻ്റെ ആവശ്യമായി പോയില്ലേ, എനിക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലല്ലോ, എന്തൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഞാൻ സഹിക്കുന്നല്ലേ വഴിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഞാനുണ്ടല്ലോ നിനക്ക് എന്ന് പറയട്ടോ മനു. അത് കേൾക്കുമ്പം അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം ഒരാൾ ആദ്യമായിട്ടാണ് ഞാനുണ്ട് നിനക്ക് എന്ന് അലീനയോട് പറയുന്നത്. ബ്രിജിത്താമ്മയായിരുന്നു ഇത്രയും നാൾ എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നത്. അമ്മ പോവുകയും ചെയ്തു. പുറത്തു നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്നോട് പറയാം, എന്നെ വിളിച്ചറിയിക്കാം, എൻ്റെ നമ്പർ ഞാൻ തന്നിട്ട് പോകാം, എന്നെ വിളിക്കണം എന്നൊക്കെ പറയട്ടോ. അങ്ങനെ മനുവിൻ്റെ നമ്പർ അലീനയ്ക്ക് കൊടുക്കുന്നുണ്ട്. നിൻ്റെ കയ്യിൽ ഫോണുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണം. എന്നാൽ തൽക്കാലം ഇവിടുത്തെ ലാൻഡ് ഫോണിൽ നിന്ന് എന്നെ വിളിച്ചാൽ മതി എന്ന് പറയാട്ടോ. അങ്ങനെ പിന്നെ മുത്തശ്ശി എന്താ, ഞാൻ മുത്തശ്ശി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനു അകത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ മുത്തശ്ശിയെ കാണാനായിട്ട് പോവാണ്. പിന്നെ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം തോന്നുക കേട്ടോ മനുവിനെ കണ്ടപ്പോൾ. ആ മോനെ മനു നീ എപ്പോൾ വന്നിടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പുന്നാരിക്കുന്നുണ്ട്. മുത്തശ്ശിയുടെ പെറ്റാണ് മനു, അത്രയും ഇഷ്ടമാണ്. അതുപോലെ മുത്തശ്ശിയോടും തന്നെ മനുവിന് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ മുത്തശ്ശിയെ അത്രയും നന്നായി കെയർ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാരണമാണ് അലീനയോട് ഭയങ്കര സ്നേഹം തോന്നാൻ. പിന്നെ അത് മാത്രമല്ല, അലീന എന്ന ആ മുഖം കണ്ടപ്പോൾ തന്നെ മനുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാട്ടോ. പിന്നെ അലീനയുടെ സംസാരം, പെരുമാറ്റം, ചിരി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനുവിന് ഇഷ്ടമാണ്. അങ്ങനെ മുത്തശ്ശിയോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ രാത്രിയാണ് മുത്തശ്ശി വന്നത്, രാത്രി ലേറ്റായിട്ടാണ് വന്നത്. അതിപ്പോൾ പിന്നെ രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു, എനിക്ക് മുത്തശ്ശിയെ കാണണ്ടേ, പിന്നെ അലീനയെയും കാണണ്ടേ എന്ന് പറയാട്ടോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാനല്ലേ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്, അപ്പോൾ എനിക്ക് അവളുടെ കാര്യങ്ങളിലൊരു ഉത്തരവാദിത്വമൊക്കെ അല്ലേ, അവളുടെ കാര്യങ്ങൾ ഞാനല്ലേ അന്വേഷിക്കേണ്ടത്, വേറെ ആരെങ്കിലും അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കുമോ? ഇല്ലല്ലോ എന്നൊക്കെ പറയാണ് മനു. അത് കേട്ടിട്ട് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ശരിയാ മോനെ, വേറൊരാളും അവൾ തിന്നോ കുടിച്ചോ എന്നൊന്നും അന്വേഷിക്കാറില്ല, നീ മാത്രമേ ഉള്ളൂ അവളുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ, നീ ഒരിക്കലും അവളെ കൈവിട്ട് കളയരുതെന്ന് പറയട്ടോ. മുത്തശ്ശി ഇങ്ങനെ വിവാഹത്തെക്കുറിച്ചോ പ്രണയത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല. അവളെ എങ്ങനെയെങ്കിലും സുരക്ഷിതമായിട്ട് എത്തിക്കണം എന്നുള്ളൊരു, സുരക്ഷിതമായിട്ട് ഇരിക്കണം അവൾ. മുത്തശ്ശിയുടെ കാലം കഴിഞ്ഞാലും പിന്നെ ഇവിടുത്തെ ജോലി കഴിഞ്ഞാലും പിന്നെ അവൾക്ക് പോവാനൊരിടമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അവളുടെ കാര്യം സുരക്ഷയായിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയുന്നത്. പക്ഷെ മനു അതെടുക്കുന്നത് ഇല്ല മുത്തശ്ശി, ഞാൻ ഒരിക്കലും കൈവിട്ട് കളയില്ല, എനിക്ക് കിട്ടിയ നിധിയാണ് എന്ന് മനസ്സിലിങ്ങനെ പറയാട്ടോ. എനിക്ക് കിട്ടിയ നിധിയാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇവളെ കൈവിട്ട് കളയില്ല എന്ന് മുത്തശ്ശിക്ക് വാക്ക് കൊടുക്കുന്നത് പോലെ പറയാണ്. അങ്ങനെ മനുവിന് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അലീന കിച്ചണിലേക്ക് പോവുക കേട്ടോ. അങ്ങനെ അലീന പോയിട്ട് ജ്യൂസൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് മനുവിന്. മനു അത് കുടിച്ചിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയണം. അതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം ഒരാൾ കഴിച്ചിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അതുപോലെ ഒരു സന്തോഷം അലീനയ്ക്ക് ഉണ്ടാവുകയാണ്. പിന്നെ അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് മനു പോവാൻ നേരം പിന്നെയും അലീനയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം, എന്ത് കാര്യമാണെങ്കിലും, സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ, ആരുമില്ല എന്നുള്ള തോന്നലൊന്നും വേണ്ട, ഞാനുണ്ട് കൂടെ, എല്ലാത്തിനും ഞാനുണ്ട്, ഏത് സമയത്തും എന്നെ വിളിക്കാം, എന്നോട് സംസാരിക്കാം, എൻ്റെ ജോലി തിരക്കിലാണെങ്കിൽ ഞാൻ പിന്നീട് തിരിച്ച് വിളിച്ചോളാം, എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ അറിയിക്കണം, മറക്കരുത്, എന്നോട് പറയാൻ മടി കാണിക്കരുത് എന്നൊക്കെ പറയണേ അലീന, ഞാൻ അറിയിച്ചോളാം. പിന്നെ നീ എന്താ ഒന്നും സംസാരിക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി മനുച്ചേട്ടൻ വന്നതിൽ. എനിക്ക് ആകെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയാൻ മനുച്ചേട്ടൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വരണം കേട്ടോ എന്ന് പറയട്ടെ അലീന. ഞാൻ തീർച്ചയായിട്ടും വരാം എന്ന് പറയാണ് മനു. ഇവിടെ ആരോടും എനിക്കൊന്നും സംസാരിക്കാനില്ല, ആർക്കും എന്നോടും സംസാരിക്കാനൊന്നുമില്ല. പിന്നെ അമ്മയാണെങ്കിൽ എന്ന് പറയട്ടെ. അമ്മയോ? അല്ല, ഇവരുടെ അമ്മയാണെങ്കിൽ, കൃഷ്ണമോളുടെയൊക്കെ അമ്മയാണെങ്കിൽ എന്ന് പറയാൻ അറിയാതെ പറഞ്ഞു പോകട്ടെ അമ്മയാണെങ്കിൽ എന്നുള്ളത്.
അമ്മയാണെങ്കിൽ എന്നോടൊന്നും മിണ്ടത്തൂല, മിണ്ടും, പക്ഷേ അത് സ്നേഹത്തോടെ ഒരു വാക്ക് എന്നോട് മിണ്ടത്തില്ല എന്ന് പറയണം. അപ്പോഴാണ് മനു ചോദിക്കുന്നത് അമ്മയോ എന്നിട്ടോ. അതെ, അമ്മ ഇവരുടെ കൃഷ്ണമോളുടെയും ബബിതയുടെയും രോഹിത്തിൻ്റെയൊക്കെ അമ്മയില്ലേ, സാറിൻ്റെ അപ്പച്ചിയില്ലേ, ആൻറ്റിയില്ലേ, അവർ ആ ആൻറ്റി എന്നോട് അധികം സംസാരിക്കുന്നത് തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ്. സ്നേഹത്തോടെ ഇഷ്ടത്തോടെ എന്നൊരു വാക്ക് സംസാരിക്കത്തില്ല. എനിക്കതൊക്കെ കിട്ടാൻ അർഹതയുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷെ എനിക്ക് വെറും ദേഷ്യം മാത്രമേ കിട്ടലുള്ളൂ, ചീത്ത മാത്രമേ കേൾക്കലുള്ളൂ, ഞാൻ എന്ത് ചെയ്താലും കുറ്റം മാത്രമേ കേൾക്കാറുള്ളൂ എന്നൊക്കെ പറയട്ടോ. അത് സാരമില്ല, വൈജി ആൻറ്റിയുടെ സ്വഭാവം അങ്ങനെയാണ്, എടുത്തടിച്ചതുപോലെ പറയും. പക്ഷെ ഉള്ളിലൊന്നും വെക്കുന്ന ആളല്ല, പാവമാണ്, ഞങ്ങൾക്കറിയാം. ഇപ്പോൾ എന്താ പറയുക, ഞങ്ങൾ കാണുമ്പോൾ മുതലേ വൈജി ആൻറ്റി ഇങ്ങനെ തന്നെയാണ്, എടുത്തടിച്ച പോലെ തുറന്നു പറയുന്നൊരു പ്രകൃതക്കാരിയാണ്. അപ്പോൾ കുറച്ചൊക്കെ നീ സഹിക്കേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഞാൻ സഹിച്ച് ക്ഷമിച്ചൊക്കെ ജീവിച്ചോളാം, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാനൊന്ന് മനുച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ, എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ മനുച്ചേട്ടൻ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. അങ്ങനെ അലീനയും മനും ആയിട്ടുള്ള ഒരുപാട് സംസാരങ്ങളും, അധികവും സംസാരങ്ങളൊന്നുമില്ല കേട്ടോ, ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടം, ചിരി, അതൊക്കെ തന്നെയാണ് ഹൈലൈറ്റ്. മനു അലീനയെ കാണാൻ വരുമ്പോൾ ഉള്ളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരമുള്ള നോട്ടവും ചിരിയും കണ്ണുകൾ കൊണ്ടുള്ള ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് അലീന മനു പ്രണയത്തിൻ്റെ ഒരു സിമ്പിളായിട്ട് ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒരു പ്രൊമോയുടെ റിവ്യൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കേട്ടോ, പക്ഷേ ഇത് നമ്മുടെ എപ്പിസോഡിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നീട് ഹരിശങ്കർ അലീനയെ ഉപദ്രവിക്കാൻ വരുന്നതും അതിൽ നിന്ന് അലീന രക്ഷപ്പെടുന്നതും രോഹിത്തിനെ കൂട്ടുപിടിച്ചിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കഥയിൽ വരാനായിട്ടുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞിടാം. അതുപോലെ ഇന്ന് ഞാനൊരു അപ്കമിങ് എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ ബാലചന്ദ്രമേനോന് ഈ കത്ത് വായിച്ചപ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന്. പിന്നെ ഇനി അക്കാര്യങ്ങൾ അലീനയുമായിട്ട് സംസാരിക്കുന്ന കുറച്ച് രംഗങ്ങളാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ആ എപ്പിസോഡും കണ്ടിട്ട് ആ സ്റ്റോറിയും കേട്ടിട്ട് കമൻറ്റൊക്കെ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.